കഴിഞ്ഞ ദിവസങ്ങളിൽ ഇപ്പോൾ ഈ ആക്രമണം പഹൽഗാം ആക്രമണത്തിന് മുന്നിൽ തന്നെ അസീം മുനീറിന്റെ ഭാഗത്ത് അവരുടെ സേനാ മേധാവി ഉത്തരവാദിത്തപ്പെട്ട ഒരു പദവിയിലിരിക്കുന്ന സേനാ മേധാവിയുടെ ഭാഗത്തു നിന്ന് പ്രവാസി സമൂഹത്തെ അഭിസംബോധന ചെയ്യുമ്പോൾ വന്ന വാക്കുകളാണ് മതവിദ്വേഷം വിളിച്ചു വരുത്തുന്ന വാർത്തകളാണ്. ഇന്ത്യക്കാരും നമ്മളും തമ്മിൽ വ്യത്യാസമുണ്ട് എന്നൊക്കെ പറയുന്ന വാക്കുകൾ, ഇതൊക്കെയാണ് അതിന് തിരികൊളുത്തിയതെന്ന് പറയുന്നു. ഒപ്പം തന്നെ ഈ ശ്രീനാഥ് പറയുന്നത് പോലെയുള്ള ചില കാര്യങ്ങൾ, ശ്രീനാഥ് ഇപ്പോൾ വരുന്ന ചില അപ്ഡേറ്റ്സിൽ ഒന്ന് നമ്മുടെ ക്രിക്കറ്റേഴ്സായിട്ടുള്ള വീരേന്ദർ സേവാഗും ശിഖർ ധവാനും ഇന്ത്യൻ ആർമിക്കും അതുപോലെ തന്നെ ഇന്ത്യക്കും പിന്തുണ നമ്മുടെ ജവാന്മാരെ അഭിനന്ദിച്ചുകൊണ്ട് ഇപ്പോൾ എക്സിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ വീരേന്ദർ സേവാഗ് പറയുന്നത് പാകിസ്ഥാൻ ഇരന്നു വാങ്ങിയ, മിണ്ടാതിരിക്കേണ്ടപ്പോൾ ഇരന്നു വാങ്ങിയ ഒരു കാര്യമാണെന്നാണ്. ബൽറാം നെടുങ്ങാടി കൂടി ശരിയാണ്. ബൽറാമെ, ഇപ്പോൾ വരുന്ന ഒരു അപ്ഡേറ്റ്, രാജസ്ഥാനിൽ എല്ലാ ഗവൺമെൻറ് ഒഫീഷ്യൽസിൻ്റെയും അവധികൾ റദ്ദാക്കി. അതുപോലെ തന്നെ ചീഫ് മിനിസ്റ്റർ ഭജൻലാൽ ശർമ്മ ഒരു അടിയന്തരമായ മീറ്റിംഗ് വിളിച്ചു വരുത്തി എന്നൊരു വാർത്ത വരുന്നുണ്ട്. ഒപ്പം തന്നെ ജമ്മുവിൽ നിന്നുള്ള ചില പ്രദേശവാസികളുടെ പ്രതികരണങ്ങളും ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ പലയിടങ്ങളിൽ അമൃത്സറിൽ സൈറൺ മുഴങ്ങുന്നു, അവിടെ ജനങ്ങൾക്ക് ചില നിർദ്ദേശം നൽകുന്നു. ഒപ്പം തന്നെ രാജസ്ഥാനിൽ അടിയന്തരമായ ഒരു മീറ്റിംഗ് വിളിക്കുന്നു, അവിടെ ചില നിർദ്ദേശങ്ങൾ നൽകുന്നു. ഇന്ന് ഇപ്പോൾ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ വാർത്താ സമ്മേളനം ഉണ്ടാവും 10 മണിക്ക്. വിവരങ്ങൾ ബൽറാം നെടുങ്ങാടിയാണ് വിശദാംശങ്ങളുമായി നമ്മോടൊപ്പം ഒരല്പസമയത്തിനകം ചേരുന്നത്. ബൽറാമ, ഇതുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ വിവരങ്ങൾ എന്താണ്? ചിലയിടങ്ങളിലൊക്കെ പുതിയ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. ജമ്മു മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള ജമ്മുവിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം പറയുന്നത് സുരക്ഷാ സ്ഥിതിഗതികൾ വിലയിരുത്താനാണ് അദ്ദേഹത്തിന്റെ യാത്രയെന്നാണ്. വിവരങ്ങൾ ക്രിസ്റ്റീന, ജമ്മു കശ്മീർ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള ജമ്മു മേഖലയിലേക്ക് യാത്ര തിരിച്ചിരിക്കുകയാണ്. അവിടുത്തെ സാഹചര്യങ്ങൾ എന്ത് എന്ന് നേരിട്ട് വിലയിരുത്തുന്നതിന് വേണ്ടിയാണ് അദ്ദേഹത്തിൻ്റെ ഈ സന്ദർശനം എന്നുള്ളത്. അത്യന്തം പ്രാധാന്യമുള്ള ഒരു സന്ദർശനം കൂടിയാണ് ഇത്. പാകിസ്ഥാൻ ഏറെ ലക്ഷ്യം വെച്ചിരുന്ന ഒരു പ്രദേശമാണ് ജമ്മു എന്നുള്ളത്. ഈ സാധാരണ ഏറ്റുമുട്ടൽ ഉണ്ടായത് മുഴുവൻ LOCക്ക് സമീപം ആണ് എങ്കിൽ അന്താരാഷ്ട്ര അതിർത്തി സ്ഥിതി ചെയ്യുന്ന പ്രദേശമാണ്, മേഖലയാണ് ജമ്മു. ഈ മേഖല ലക്ഷ്യമിട്ട് പാകിസ്ഥാന്റെ ഡ്രോണുകളും മിസൈലുകളും ഇന്നലെ രാത്രി ഇരുട്ടിന്റെ മറവിലെത്തി എല്ലാത്തിനെയും പ്രതിരോധിക്കാൻ ഇന്ത്യയുടെ പ്രതിരോധ സംവിധാനത്തിന് കഴിഞ്ഞിരിക്കുന്നു. ആ മേഖലയിൽ ബ്ലാക്ക് ഔട്ട് പ്രഖ്യാപിക്കേണ്ട സാഹചര്യമുണ്ടായി. ഒരു മുൻകരുതലിന്റെ ഭാഗമായി ഇതോടൊപ്പം തന്നെ ജനങ്ങളുടെ ആശങ്ക അടക്കമുള്ള കാര്യങ്ങൾ ഇത് നേരിട്ട് അവരെ കണ്ട് വിലയിരുത്തുക, അവരുമായി സംസാരിക്കുക എന്നുള്ളതാണ് മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ളയുടെ സന്ദർശനത്തിന്റെ ലക്ഷ്യം എന്നുള്ളത്. പാകിസ്ഥാൻ മറക്കാത്ത രാത്രിയാണ് മെയ് 8 എന്ന് നമുക്ക് ഇനി ചരിത്രം വിശേഷിപ്പിക്കും. കാരണം അത്രത്തോളം വലിയ ആഘാതം പാകിസ്ഥാനിൽ ഏൽപ്പിക്കാൻ ഇന്ത്യയുടെ പ്രതിരോധ സംവിധാനത്തിന് ആയിരിക്കുന്നു. എന്താണ് ഡിഫൻസ്, പ്രതിരോധം എന്നുള്ളത് പാകിസ്ഥാൻ യഥാർത്ഥ അർത്ഥത്തിൽ മനസ്സിലാക്കിയത് ഇന്ത്യൻ സൈന്യത്തിൽ നിന്നാകണം. ഒരുപക്ഷെ അത്രത്തോളം കൃത്യമായി സ്വന്തം രാജ്യത്തെ തേടിയെത്തിയ ആയുധങ്ങളെ അതിനെ നിഷ്പ്രഭമാക്കാനും തിരിച്ചടിക്കാനും ഇന്ത്യൻ സൈന്യത്തിന് ഇന്നലെ രാത്രി കഴിഞ്ഞിരിക്കുന്നു. മണിക്കൂറുകൾ ഉറക്കമില്ലാത്ത രാത്രിയായി പാകിസ്ഥാനിലെ സൈന്യത്തിനും അധികൃതർക്കും. അവർക്ക് എല്ലാം ഉപേക്ഷിക്കേണ്ട സാഹചര്യം ഉണ്ടായിരിക്കുന്നു. ഒരു പ്രതികരണം പോലും ഈ ഘട്ടത്തിൽ പാകിസ്ഥാനിൽ നിന്നും ഉണ്ടാകുന്നില്ല എന്നുള്ളതും ശ്രദ്ധേയമാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം കഴിഞ്ഞ 16ലേറെ ദിവസം എല്ലാ ദിവസവും മാറി മാറി പ്രകോപനപരമായ പരാമർശങ്ങൾ നടത്തിയിരുന്ന, യുദ്ധക്കൊതി കൊണ്ട് ആർത്തു വിളിച്ചിരുന്ന, വെല്ലുവിളിച്ചിരുന്ന രാഷ്ട്രമല്ല ഇന്ന് പുലരുമ്പോൾ പാകിസ്ഥാൻ. എന്താണ് അവർ പഠിച്ച പാഠം എന്ന് ഇനിയാണ് അറിയേണ്ടത്. ഇനിയുള്ള